Hi, I'm Deepa from Healthy Flavors. ഇന്ന് നമ്മൾ ഹെൽത്തി ഫ്ലേവേഴ്സിലൂടെ സരിത വീണ്ടും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി നമുക്ക് ഷെയർ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ചേമ്പും തണ്ടാണ്. അത് വെച്ചിട്ടൊരു പുളിങ്കറിയാണ് കാണിക്കുന്നത്. നാടൻ വിഭവമാണ്. അത് നമുക്ക് എളുപ്പം വെക്കാവുന്നതാണ്. സരിത എന്തൊക്കെയാണെന്നൊന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. ഇതാണ് ചേമ്പിൻ്റെ തട. ഇത് ഉരിക്കണം. തൊലി നമ്മൾ ഉരിച്ചിട്ട് ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കണം. ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കായപ്പൊടി, കടുക്, കറിവേപ്പ്. ഇതൊന്ന് ഉരിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് മൊത്തം അങ്ങറ്റം വരെ നമ്മൾ ഉരിച്ചെടുക്കും. ഇങ്ങനെ ഉരിക്കണം. ഉരിച്ച് റൗണ്ടായിട്ട് പീസാക്കി ഇങ്ങനെ അരിയണം. നീളത്തിലരിയുക. നമ്മളിവിടെ കുറച്ച് ഇത് നമ്മളങ്ങനെ ഇപ്പം സരിത പറഞ്ഞതനുസരിച്ച് അതിൻ്റെ പുറത്ത് തൊലി ഇങ്ങനെ അങ്ങറ്റം ഇങ്ങറ്റം തൊലി നമ്മളിത് ഫുൾ എടുത്തിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞ് അതിനെ കുറച്ച് ഇങ്ങനെ നീളത്തിലുള്ള ഇങ്ങനെയുള്ള കഷ്ണമാക്കി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളിത് കടുക് വറുക്കുകയാണ് ചെയ്യുന്നത്. കടുക് നമ്മൾ ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി അടുത്തത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മാറണം. എങ്ങനെ ചെയ്യുന്നത്? മഞ്ഞപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. കുറച്ച് വെള്ളം കൊണ്ട് ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാനായിട്ട്. നമ്മളപ്പോൾ ആദ്യം കടുക് വറുത്തു. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റി അതിൻ്റെ കൂടെ തന്നെ കഷ്ണവും ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവാനായിട്ട് അടച്ചു വയ്ക്കും. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ഒന്ന് അടച്ചു വെച്ചൊരു എത്ര സമയം വെക്കണം എന്ന് വെച്ചാൽ അത് നല്ല വേവാണ് തടയ്ക്ക്. 5 മിനിറ്റെങ്കിലും. നല്ല വെന്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ പൊടിയല്ല. ആദ്യം നമ്മൾ മുളക് പൊടി എരി അനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടിയോളം എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി എടുക്കാം. പിന്നെ മല്ലിപ്പൊടി കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലാം നമ്മളിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിയുടെ വെള്ളം അത് നമ്മളിതിലേക്ക് ഒഴിച്ചു. നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണത്തിന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചേമ്പിൻ്റെ കൊണ്ടുള്ള ഈ പുളിങ്കറി. വിഷം നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന പച്ചക്കറി എല്ലാം വിഷമുള്ളത് നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചേമ്പിൻ്റെ തട, ചേമ്പിൻ്റെ ഇല ഇതുമാതിരിയുള്ള നാടൻ വിഭവങ്ങൾ നമ്മൾ കഴിവതും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ എളുപ്പം. ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടില്ല ഇത് ആവാനായിട്ട്. നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. തട കൊണ്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം.
ചേമ്പിൻതാൾ കറി ചിലർ തയ്യാറാക്കി തന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്. ആ പുളിയും കായവും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. തിളച്ചപ്പോൾ അതിൽ ആ ചേമ്പിൻ്റെ താളിന് പൊതുവെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം ആ എരിവും കായവും പുളിയും അതൊരേപോലെ അതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ താളുണ്ട്. എങ്ങനെ നമുക്ക് കുക്കിംഗ് വളരെ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് സമയം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത്. വിഷമൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേമ്പിൻതാളാണ്. അത് കൂടാതെ ചേമ്പിൻതാളെന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ഫൈബറാണ്. അതുപോലെ ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി ഇതിൽ ഹൈ ആണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും ഇത് ഒഴിവാക്കരുത്. ചേമ്പിൻതാൾ എവിടെ കിട്ടിയാലും നിങ്ങളിത് യൂസ് ചെയ്യുക. മാത്രമല്ല ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ചേമ്പിൻതാൾ. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതും കൂടെ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ബി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.